ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒന്നാമത്തെ കാര്യം അറിയുന്നത്, ഹൈറച്ചിനെ ആദ്യം പൂട്ടിയത് GST ആയിരുന്നു. GST വകുപ്പിലെ ഉദ്യോഗസ്ഥനെ ഹൈറച്ചിൽ ചേർക്കാൻ പോയ സമയത്താണ് ഹൈറച്ചിനെ കുറിച്ച് GST വകുപ്പ് അറിയുന്നതും പിന്നെ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അവന്മാർ വലിയ തോതിലുള്ള ആൾക്കാരെടുക്കുന്ന പണം സമാഹരിച്ച് അതിലൊന്നും നികുതി കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഇവരെ പൂട്ടിക്കെട്ടിയത്. അപ്പോൾ അതിൽ അവർക്ക് ഭയങ്കര അഭിമാനവും ചരിതാർത്ഥ്യമുണ്ട്. ഇത് ഒരു ദിവസം മുന്നേ പൂട്ടിക്കെട്ടാൻ സാധിച്ചതിൽ അവർക്ക് വളരെ അഭിമാനമുണ്ട്. പക്ഷേങ്കിൽ ഇവർക്ക് ജാമ്യം അനുവദിക്കുന്ന സമയത്ത് കോടതി ഇത് അതിൻ്റെ ചില നടപടിക്രമങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ഈ അറസ്റ്റ് ഇല്ലീഗലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ GST വകുപ്പ് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ നിന്ന് VG അരുൺ സാറ് കഴിഞ്ഞ മാസം ഇത് ഇല്ലീഗലല്ല, ലീഗൽ തന്നെയാണ്, അതൊരു ചെറിയൊരു പിഴവ് മാത്രമാണ് എന്ന് വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇനി മുതൽ ആരും തന്നെ ഇല്ലീഗലാണ്, അറസ്റ്റ് ഇല്ലീഗലായിരുന്നു എന്ന് പറഞ്ഞ് തള്ളണ്ട. അത് ഹൈക്കോടതിയുടെ വിധിയുടെ ലംഘനമായിരിക്കും. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആ വിധിയിൽ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ജാമ്യം ഇപ്പോൾ റദ്ദാക്കാത്തത് ഒരുപാട് സമയം 1-2 വർഷം കഴിഞ്ഞത് പോയത് കൊണ്ട് മാത്രമാണ് ഈ ജാമ്യം ഇപ്പോൾ റദ്ദാക്കാത്തത് എന്ന്. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങളുടെ കമ്പനി ഏറ്റവും വലിയ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയ ഒരു കമ്പനിയാണെന്ന് ഹൈക്കോടതി വീണ്ടും സമ്മതിക്കുകയാണ്. VG അരുൺ സാറിൻ്റെ ബെഞ്ചിൽ നിന്നാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ലീഡർമാർ ചിലരൊക്കെ പറയുന്നത് ഈ കമ്പനി ഭയങ്കര ജെന്യുവനായിട്ടുള്ള കമ്പനിയാണ്, പക്ഷേങ്കിൽ ചില ലീഗാലിറ്റിയുടെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാണ്, ഇത് രണ്ടും എങ്ങനെയാണ് ശരിയാവുക എന്ന് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അത്രയേ അതിനെക്കുറിച്ചിട്ട് ധാരണയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലീഗാലിറ്റി തന്നെയാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കാനോ ഇതുപോലെ മണി ചേഞ്ച് ചെയ്യാനോ ഈ കമ്പനിക്ക് അധികാരമില്ല എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാൾ പെൺവാണിഭം നടത്തിയിട്ട് അവിടെ നല്ല സൗകര്യങ്ങളാണ്, അത് സൂപ്പർ പെൺവാണിഭ കേന്ദ്രമാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അത് നടത്തുന്നത് ശരിയാണോ എന്ന് മാത്രമാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ അവിടെ സൂപ്പറായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള മാത്രമാണ് പ്രശ്നം. അതുതന്നെയാണ് ഹൈറച്ചിൻ്റെയും പ്രശ്നം. ഹൈറച്ചിന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പല പ്രൊജക്റ്റ് പറഞ്ഞിട്ട് ജനങ്ങൾ ഭീമമായ തുക, ലക്ഷങ്ങളും കോടികളും വാങ്ങാനോ അതിൽ 1 രൂപ വാങ്ങാൻ പോലും അധികാരമില്ല. അതുപോലെ തന്നെ അത് മണി ചേഞ്ച് ചെയ്ത് ലീഡർമാരെ കോടിപതികളാക്കാനും അധികാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാത്രമേ പറയാനുള്ളൂ. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഫണ്ട് ഇപ്പോൾ എന്താണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ ഫണ്ട് കമ്പനിക്ക് യാതൊരു ഗ്രിപ്പും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഹൈറച്ചിൻ്റെ അക്കൗണ്ടിൽ ആണ്. ഇതിപ്പം മറ്റേ ബാങ്കുകൾക്ക് എന്തോ തകരാറുള്ളതുകൊണ്ടാണ് ഇത് വേറെ ബാങ്കിലേക്ക് മാറ്റുന്നതെന്നൊക്കെയാണ് അവർ പറഞ്ഞു നടക്കുന്നത്. അതും നമ്മളെ അക്കൗണ്ട് തന്നെയാണ്, എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടല്ല. അത് കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ, സർക്കാരിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടാണ്. അത് ആരാണോ പരാതി കൊടുത്തത് അവർക്ക് വിധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പ്രതാപനും കമ്പനിക്കും ലീഡർമാർക്കും ഒക്കെ ജയ് വിളിക്കുന്നവർക്ക് യാതൊരു കാര്യവുമില്ല ആ ഫണ്ടിൽ എന്നുകൂടി പറയുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കലക്ടർ പൂർത്തിയായിട്ടുണ്ട്. അത്
ഈ അപ്പീൽ തള്ളുന്നതോടുകൂടി അവരുടെ ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവരുടെ ഇപ്പോഴത്തെ ലിസ്റ്റ്, നിലവിലുള്ള ലിസ്റ്റ് സെഷൻസ് കോടതിയിൽ കൊടുത്ത് സെഷൻസ് കോടതി അത് പാസ്സാകുന്ന മുറക്ക് ജനങ്ങൾക്ക് പണം കിട്ടും. അതിൽ പിന്നെ വിരമിച്ച ജഡ്ജിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല. ഉദ്യോഗസ്ഥർ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതും. അവരുടെ ബാങ്കിൻ്റെ മണി ട്രയൽ നടത്തിയാൽ ലഭിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ.